ഇപ്പോൾ നടക്കുന്നത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിക്കാനുള്ള ശ്രമമാണെന്ന് നടനും സംവിധായകനും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ മേജർ രവി. എന്റെ രാജ്യം സ്വന്തം പൗരന്മാരെ ഉപദ്രവിക്കുന്ന ആരെയും വെറുതെ വിടില്ല. ഇത് പുതിയ ഇന്ത്യയാണ്. ഓടരുത്. ഞങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അതായിരിക്കും പുതിയ ഇന്ത്യയുടെ കോപം. ജയ് ഹിന്ദ്. മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് അനുശോചനം അറിയിച്ച് മേജർ രവി പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ സൈന്യത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ഇപ്പോൾ സൈന്യം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. സൈനിക വേഷത്തിൽ ഇത്തരം അക്രമം നടന്നതിന് ബോംബെ ഭീകരാക്രമണം പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായതായി കരുതുന്നില്ല. ഭീകരർ ചോദിച്ചിട്ട് വെടിയുതിർത്തതാണ് ഏറെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഹിന്ദുവാണോ എന്നായിരുന്നു ചോദിച്ചത്. ഹിന്ദുവും മുസ്ലിമും തമ്മിലാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ കലാപം ഉണ്ടായിട്ടില്ല. രാജ്യസ്നേഹം തീരെയില്ലാത്തവരാണ് അക്രമം നടത്തുന്നത്. വിവരദോഷികളാണ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. തീവ്രവാദികളുടെ ഉദ്ദേശം നമ്മുടെ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത്രയും നിഷ്കളങ്കരായ ആളുകളെ കൊന്നതിനു ശേഷം വർഗീയമായ ഡയലോഗുകൾ പറഞ്ഞിട്ട് പോകുന്നത് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ്. ഒരു സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വെറുതെ വിടുന്നു, നിങ്ങളുടെ മോദിയോട് പോയി പറയൂ എന്നാണ്. സ്വന്തം ഭർത്താവിനെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊല്ലുന്നത് കാണേണ്ടി വന്ന ഒരു പാവം സ്ത്രീ പറഞ്ഞതാണിത്. അവർക്ക് രാഷ്ട്രീയ അജണ്ടകൾ ഒന്നുമില്ലല്ലോ. ഈ ഡയലോഗ് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഡയലോഗ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ്റാക്കിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. മതത്തിന്റെ പേര് പറഞ്ഞ് ഇന്ന് ഈ അക്രമം നടത്തിയതെങ്കിൽ അതിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ വർഗീയ ലഹള ഉണ്ടാക്കുകയാണ്. അതിന് വശംവദരാകാതെ നമ്മൾ ചെയ്യേണ്ടത് ഈ ദുരവസ്ഥയിൽ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് നമ്മുടെ രാജ്യം എന്ന ഒരേ ഒരു വികാരത്തിന് പിന്നിൽ അണിനിരക്കുക എന്നതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഇടയാകരുതെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.